ന്യൂസിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിൻ്റെ 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് കാണാൻ കഴിയുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. അതല്ല, നിങ്ങൾ ചാനൽ കാണാറുണ്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. എന്തായാലും 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരുമ്പോൾ ഇന്നലെയും സിനിമയ്ക്ക് 2 കോടിക്ക് അടുത്താണ് കളക്ഷൻ വന്നിരിക്കുന്നത്. 751ഓളം ഷോകളാണ് സിനിമയുടെ ട്രാക്ക് ചെയ്യപ്പെട്ടിരുന്നത്. 40% സിനിമയുടെ ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ മാത്രമേ 1,25,00,000 രൂപയാണ് ട്രാക്ക്ഡ് കളക്ഷൻസിൽ വന്നിരിക്കുന്നത്. അതായത് 1.25-2 കോടിക്ക് അടുത്താണ് ഇന്നലെയും സിനിമയുടെ കേരള കളക്ഷനായി വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് സിനിമ 4 ദിവസം കൊണ്ട് തന്നെ 1 കോടി കടന്നിരിക്കുന്നു. കർണാടകത്തിൽ നിന്നും സിനിമ 1 കോടിക്ക് മുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സിനിമ 4 കോടിക്ക് അടുത്തേക്ക് എത്തുകയാണ്. അതായത് അതിഗംഭീരമായിട്ടുള്ള ഒരു തരംഗം സമീപകാലത്തോ അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ചരിത്രത്തിലോ അത്രയും പെട്ടെന്ന് 4 കോടിക്ക് അടുത്തേക്ക് എത്തുന്ന ഒരു സിനിമയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ തിയേറ്ററുകൾ കുറവാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കളക്ഷൻ കുറയുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് ഇന്നലെ ലഭിച്ചിരിക്കുന്നത് 4 കോടിക്ക് മുകളിലാണ്. 4 ദിവസം കൊണ്ട് സിനിമ നേടിയിരുന്നത് 33 കോടിയോളമാണ്. ഇപ്പോൾ 37 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷൻ കൂടെ വരുമ്പോഴത്തേക്ക് സിനിമ 40 കോടിക്ക് മുകളിൽ, അതായത് 41-42 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. മികച്ച ഒരു ഓപ്പണൻറ്റ് ഉള്ളത് തന്നെയാണ് സിനിമയ്ക്ക് ഒപ്പമുള്ള ഒരു കാര്യം. അതായത് പ്രേമലു എന്ന സിനിമ മികച്ച രീതിയിൽ കളക്ഷൻ നേടിപ്പോകുന്നു, മികച്ച അഭിപ്രായങ്ങൾ നേടിപ്പോകുന്നു. അതിനോടൊപ്പം ഇറങ്ങിയ മറ്റൊരു സിനിമയായ അന്വേഷിപ്പിൻ കണ്ടെത്തും മികച്ച ഒരു പ്രതികരണമുണ്ട്. അതുപോലെ തന്നെ തുണ്ട് എന്ന സിനിമ ആവറേജ് റിവ്യൂ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇത്രയും സിനിമകൾക്കിടയിൽ നിന്നുകൊണ്ട് വീണ്ടും ഒരു മികച്ച സിനിമ, മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ്, മലയാള സിനിമയുടെ കരിയർ ബെസ്റ്റ് സിനിമ ഓടുമ്പോൾ നമുക്കറിയാം പ്രതികൂലമായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സിനിമകളെയും ബാധിക്കുന്ന ഒരു കാര്യം തിയേറ്ററില്ലായ്മ എന്നൊരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ആ ഒരു കുറവ് ഇവിടെ നികത്തിക്കൊണ്ട് തന്നെ ജനങ്ങൾ ഇടിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു ചൊവ്വാഴ്ചയും സമാനമായ രീതിയിൽ, അതായത് ഇന്നത്തെ ദിവസവും സിനിമയ്ക്ക് സമാനമായ ഒരു തിരക്ക് തന്നെ കാണാൻ കഴിയുന്നു. ഇതുവരെ 18% സിനിമയ്ക്ക് ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. ഏകദേശം 25 ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. ഈവനിങ് ഷോസ് എല്ലാം തന്നെ, അല്ലെങ്കിൽ നൈറ്റ് ഷോസ് എല്ലാം തന്നെ ഹെവി റഷാണ്, ഹെവി കളക്ഷനാണ് വരാൻ പോകുന്നത്. എന്തായാലും ഇന്നലത്തേന് സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ അതിനടുത്തോ അതിന് മുകളിലേക്കോ ഉള്ള കളക്ഷൻ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും എന്നാണ് ഈ സിനിമ 50 കോടിയിലേക്ക് കടക്കുക? നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. അതായത് ഈ വരുന്ന വ്യാഴാഴ്ചയാണോ, അതോ വെള്ളിയാഴ്ചയാണോ, അതോ ശനിയാഴ്ചയാണോ? അത് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. എന്തായാലും ഞായറാഴ്ച ചോദിക്കില്ല, ശനിയാഴ്ചക്കുള്ളിൽ സിനിമ തീർച്ചയായും എങ്ങനെ ഓടിയാലും 50 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.